ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു പ്രമോവിശേഷം ഇടുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മക്കളുടെ ആനുവൽ ഡേ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊക്കെ പോയേക്കായിരുന്നു. അതുകൊണ്ടാണ് ഉച്ചയ്ക്കിടാൻ സമയം കിട്ടാത്തത്. അപ്പൊ ഏതായാലും നാളെ അതുപോലെ ഉച്ചയ്ക്ക് തന്നെയായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതി പൂവൊക്കെ മേടിക്കാൻ വേണ്ടി പോയല്ലോ. അങ്ങനെ രേവതി പൂവൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രേവതി. അങ്ങനെ പൂവൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു കൂട്ടുകാരിനെ കാണുന്നു, കൂട്ടുകാരി ചേച്ചിനെ കാണുന്നു. അപ്പൊ ആ ചേച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്, നീ ഒരു കട ഇട്ടെന്ന് നിന്റെ അമ്മ പറഞ്ഞല്ലോ, ഏതായാലും നീ ഭാഗ്യമുള്ള കുട്ടി തന്നെയാണ്. നിന്റെ ഭർത്താവ് നിനക്കൊരു കടയൊക്കെ ഇട്ട് തന്നില്ലേ, നല്ല ഐശ്വര്യമായിട്ട് കടയൊക്കെ മുന്നോട്ടേക്ക് പോട്ടെ. ആ ഒരു കടയല്ല, കുറെ കടകൾ നിനക്ക് വെക്കാനുള്ള ഭാഗ്യമുണ്ട് രേവതി, നീ നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോഴേ നമ്മുടെ സച്ചിക്കും സന്തോഷം തോന്നുകയാണ്. കാരണം ഭാര്യനെ കുറിച്ചാണല്ലോ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. അതിനിടെ സച്ചിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമാണെന്ന്. അപ്പൊ അവിടുന്ന് പൂവൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് അവര് രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാതെയാണല്ലോ വന്നത്. അപ്പൊ സച്ചി പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണം കഴിക്കാൻ അവര് ഹോട്ടലിൽ കയറി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി പറയാണ്, അത് പിന്നെ വീട്ടിൽ ആരും ഭക്ഷണം കഴിച്ച് കാണില്ല ഇന്ന്, ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കുന്നതല്ലേ, ഇനി ഞാൻ അവിടെ ചെന്ന് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറെ നേരം പോകൂലേ സച്ചേട്ടാ. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് മേടിച്ചോണ്ട് പോയാലോ പാഴ്സൽ എന്ന്. അപ്പൊ രേവതിയോട് പറഞ്ഞു, പിന്നെ അവർക്കൊക്കെ പാഴ്സൽ മേടിച്ചോണ്ട് പോകേണ്ട കാര്യമുണ്ടോ, അവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ പോയി എവിടെയെങ്കിലും കഴിച്ചോളും, പുറത്തുനിന്ന് പോയി കഴിച്ചോളും, അതിനിപ്പോ എന്താ പ്രശ്നം. അല്ല, അവരൊക്കെ പുറത്തുനിന്ന് പോയി കഴിക്കും, ബാക്കിയുള്ളവരോ അച്ഛനും അമ്മയും ഒക്കെയോ, ഏതെങ്കിലും നമുക്ക് എല്ലാവർക്കും പാഴ്സൽ മേടിച്ചോണ്ട് പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പോ സച്ചി പോകാന്ന് പറഞ്ഞ് സമ്മതിച്ചു. സച്ചിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലാട്ടോ, പറ്റിയ ടീമുകളാണല്ലോ അവിടെ ഉള്ളത്. അങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ട് അതായത് കാപ്പിയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് അവർ വീട്ടിലേക്ക് പോകാൻ തുടങ്ങാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതി ചായ തായോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ വന്ന് പറയാണ്, നീ ആരെയാണ് കിടന്ന് വിളിക്കുന്നത്, ഇവിടെ രേവതി ഇല്ല, രേവതി ഇനി മുതൽ രാവിലെ ഇവിടെ കാണില്ല, നീ എന്താ രേവതിനെ കൊണ്ട് പണിയെടുപ്പിക്കാന്നാണോ വിചാരിച്ചത്, അതുകൊണ്ട് നിന്റെ ശല്യം കാരണം തന്നെയാ സച്ചി അവക്ക് കടയിട്ട് കൊടുത്തത്, നിനക്ക് തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാനൊന്നും അറിയത്തില്ലേ. രാവിലെ അവര് പൂവെടുക്കാൻ പോകും, രാവിലെ 3-3:30 ആയപ്പോഴത്തേക്കും അവര് പൂവെടുക്കാൻ പോയി. ഇനിയിപ്പം തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു നേരമാകും. അത് കഴിഞ്ഞ് രേവതിക്ക് പൂക്കടയിൽ ഇരിക്കണം. ഇതെല്ലാം കൂടെ ഓടി നടന്ന് ചെയ്യാനൊന്നും അവക്ക് പറ്റില്ല, അവക്ക് 2 കൈയല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളയിൽ പോയി കോഫിയൊക്കെ ഇട്ടോണ്ട് വാ, കോഫിയൊക്കെ ഇട്ട് കുടിക്കുക, നീ അല്ലേ ഇതിനു മുമ്പ് കോഫിയൊക്കെ ഇട്ട് കുടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാം, അവൻ എനിക്ക് പണി തന്നത് തന്നെയാ, അവനെ മനഃപൂർവ്വം ഇതൊക്കെ ചെയ്തത്. ചന്ദ്രൻ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, ചന്ദ്രമതി പൂക്കടാന്ന് എഴുതി വെച്ചിട്ട് നീ ഇതിന്റെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെയാ ചന്ദ്രയെ ശരിയാകുന്നത്. ഒരു ചന്ദ്രമതി പൂക്കട, മിണ്ടാതിരുന്നോണം, ഇനി ആ പേര് ഇവിടെ മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കലി തുള്ളിയപ്പോഴത്തേക്കും നമ്മുടെ സുധി ഇറങ്ങി വന്നിട്ട്, അമ്മേ കോഫി താ എന്നിങ്ങനെ പറഞ്ഞപ്പോ, കോഫിയോ, എന്ത് കോഫി, ഇതേ ഒരു കാര്യം ചെയ്യുന്നു, ഇത് തന്നെ ചെന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. തന്നെ ചെന്നിട്ട് കുടിക്കാനോ, ഞാനോ, അത് പിന്നെ എനിക്ക് ജോലിക്കോ, ആർക്ക് ജോലിക്ക്, നിനക്ക് ജോലിക്കോ, എനിക്ക് പിന്നെ ജോലിക്ക് പോണ്ടേ അമ്മേ എന്ന് ചോദിച്ചപ്പം, നിന്റെ ഒരു ജോലിയും മണ്ണാങ്കട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പൊ അതിന് പോലെ ശ്രുതി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മേ കാപ്പി ആയില്ലേ, കാപ്പി കുടിക്കണം, എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകാനുണ്ട്, വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ മോളെ, നിനക്ക് കാപ്പി ഉണ്ടാക്കാൻ അറിയാമോ, ദോശയുടെ മാവ് അവിടെ പുളിച്ചു പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട്, നീ പോയി ഒരു 2 ദോശ ചൂട്. അത് പിന്നെ എനിക്ക് സമയമില്ലമ്മേ, എനിക്ക് പോണ്ടേ, എനിക്ക് ബ്യൂട്ടി പാർലർ ചെന്നിട്ട് വേണം ബ്യൂട്ടി പാർലർ തുറക്കാന്. എങ്കിൽ പിന്നെ എല്ലാവരും ഇന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയത് തന്നെയാന്ന് പറഞ്ഞപ്പം വർഷയും ശ്രീകാന്തും ഇറങ്ങി വരികയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ഇറങ്ങി വന്നപ്പോഴത്തേക്കും കാപ്പി ഒന്നും റെഡി ആയിട്ടില്ല. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടാ ശ്രീകാന്തെ, നിനക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ, നീ ഒരു കാര്യം ചെയ്യ, നീ 2-3 ദോശ അങ്ങ് ചൂടാൻ പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അമ്മ, ശ്രീകാന്തിന് ജോലിക്ക് പോകണ്ടേ, ഇവിടെ കാപ്പി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നാ മതിയോ, അതുകൊണ്ട് നമുക്ക് പോകാം, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അങ്ങ് പോയി. ചന്ദ്രയാണെങ്കിൽ എന്താ പറയാ, ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും നമ്മുടെ രേവതിനെ പ്രാഗി നടക്കുകയാണ്. അവളുടെ കട ഞാൻ മുടിപ്പിക്കും, അവളിവിടെ കടയിട്ടോണ്ട് മനുഷ്യനിപ്പോ സമാധാനവും ഇല്ല, മനുഷ്യനിവിടെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്, നിങ്ങൾക്കിത് എല്ലാം നിങ്ങളങ്ങ് സപ്പോർട്ട് ചെയ്ത് നിന്നാ മതിയല്ലോ, സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്നു, വീട്ടിന്റെ മുമ്പിൽ കട കൊണ്ടുവയ്ക്കാൻ നാണമില്ല അവന് എന്നൊക്കെ ചോദിച്ചപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീ കുറെ നേരമായല്ലോ, നീ കട ഇട്ടപ്പോ മുതൽ പറയാണല്ലോ വീട്ടിന് മുമ്പിൽ കട ഇട്ടെന്ന് ഓർത്തുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്, അവൻ വീട്ടിനകത്തൊന്നും അല്ലല്ലോ കടയിട്ടേക്കുന്നത്, വീടിന്റെ പുറത്ത് റോഡിൽ അവൻ കടയിട്ടേക്കുന്നത്, അതിന് നീ എന്തിനാ അവനെ ശല്യം ചെയ്യുന്നത്. അവരെ ഭാവിയിൽ നല്ല ബിസിനസ്സുകാരാ ആകേണ്ടവരാ,
കണ്ടല്ലോ, കണ്ടതല്ലേ നീ? ആദ്യ ദിവസം തന്നെ ലാഭം കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതത്രയ്ക്ക് നിസ്സാര കാര്യമൊന്നുമല്ല. ഈ പൂക്കട ഈ പരിസരത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് കച്ചവടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇടി നീ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. നീ ഹെൽപ്പ് ചെയ്താൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ കൈ തടയുന്നു പറഞ്ഞപ്പം അവന്റെ പൂവിട്ടുള്ള പൈസ ഒന്നും എനിക്ക് വേണ്ട, ഒരു പൂക്കാരി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കലിയൊക്കെ എടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ സമയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ സച്ചി കവറിനകത്ത് ആഹാരമൊക്കെ ആയിട്ട് വരുന്നു. എന്നിട്ട് ചന്ദ്രയോട് പറയാണ്, ഇതേ ഫുഡ് ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാ മേടിച്ചോണ്ട് വന്നത്? ഫുഡ് മേടിച്ചോണ്ട് പറഞ്ഞ ഒരു കാര്യമില്ലായിരുന്നു, അവരെല്ലാം പോയി. അവരെല്ലാം പോയെങ്കിൽ പോട്ടെ, അമ്മ കഴിച്ചില്ലല്ലോ? ഞാൻ കഴിച്ചില്ല, ഞാനേ കഴിക്കാത്ത ഉള്ളൂ. ആർക്ക് വേണം എന്നെ എന്ന് പറഞ്ഞപ്പം, അതെ അമ്മയ്ക്ക് വേണം ഇത് കഴിക്കും. പിന്നെ വേറെ ആരും കഴിക്കാനില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വഴി കൂടെ പോകുന്നവർ ആഹാരം കഴിക്കാത്തവർ ഒരുപാട് പേര് കാണും, ആർക്കെങ്കിലും ഒക്കെ വിളിച്ചു കൊടുക്കുക, ആ പുണ്യമെങ്കിലും കിട്ടട്ടെ എന്ന് പറയാ. അപ്പോഴത്തേക്കും സച്ചിയോട് പറഞ്ഞു, അതെ ഈ കട ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടേലേ ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് സമാധാനം കിട്ടത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ കട മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറഞ്ഞപ്പം, അതെ ഇത് വീടിന്റെ ഫ്രണ്ടിലല്ലേ വെച്ചേക്കുന്നത്, അല്ലാതെ അമ്മയുടെ പറമ്പിലൊന്നും അല്ലല്ലോ വെച്ചിരിക്കുന്നത്. ആണോ? ഇനിയിപ്പോ ഈ പറമ്പിലാ വെച്ചതെങ്കിലും അതിൽ അമ്മയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത്, എനിക്കും അതുപോലെ അച്ഛനും എല്ലാവർക്കും അവകാശമുള്ളത്. അതുകൊണ്ട് പിന്നെ കൂടുതൽ ന്യായമൊന്നും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാം, കച്ചവടമൊക്കെ അങ്ങ് നല്ല രീതിയിൽ പോവുകയാണ്. ഇനിയിപ്പം രേവതിക്ക് നിലത്ത് നിൽക്കാൻ പറ്റില്ല, ആ പണി ഈ പണി പൂകെട്ടലൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട്. അസിസ്റ്റന്റിനെയോ? എന്തിന്? ഒരു അസിസ്റ്റന്റിനെ വേണം. എല്ലാം കൂടെ രേവതിക്ക് ചെയ്യാൻ പറ്റുമോ? അസിസ്റ്റന്റ് ആയിട്ട് അമ്മ വരുവാണെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റെതായ കൂലി തരാം. പിന്നെ പൂക്കാരി അവളുടെ അസിസ്റ്റന്റ് ആയ ഞാനല്ലേ, എന്റെ അപ്പ അട്ടി വരൂ എന്ന് പറഞ്ഞപ്പം, ആണോ? എങ്കിൽ പിന്നെ അമ്മയായി അമ്മയുടെ പാടായി, ഞങ്ങൾ വേറെ ആരെങ്കിലും അന്വേഷിച്ചോളാം. ഏതായാലും ബിസിനസ് നന്നായിട്ട് കൊഴുത്തു പൊക്കോണ്ടിരിക്കുക. ഇനിയിപ്പോ ഒരു 2-3 കടയും കൂടെ തുടങ്ങണം. അത് ഇപ്പൊ ഈ സൈഡിലല്ലേ തുടങ്ങിയേക്കുന്നത്, കുറച്ച് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒരു കട തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് പേരെ സ്റ്റാഫൊക്കെ ആയിട്ട് നിർത്താം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് രേവതി വന്നു. രേവതി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ തർക്കിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു, എന്താ സച്ചേട്ടാ ഇത്, വെറുതെ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, നീ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വേണ്ടടി, നീ ഒറ്റ ഒരുത്തി കാരണമാ, നീ ഇവന് തലയണ മന്ത്രം ഓതി കൊടുത്തിട്ട് അവൻ പൂക്കട ഇട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അവള് കിടന്ന് വലിയ പതിവ്രത ചമഞ്ഞ് കളിക്കുന്ന. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രേവതി, ഈ വീട്ടിലെ അടുക്കള പണിയെല്ലാം ചെയ്തിട്ട് നീ പൂ വിൽക്കുവോ കാ പറിക്കുവോ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞപ്പം സച്ചി പറഞ്ഞു, അടുക്കളപ്പണിയോ? ഏതോ അടുക്കളപ്പണി? അതെ ഇവള് വേണമെങ്കിൽ അത്യാവശ്യം അടുക്കളപ്പണി ഇവിടെ ചെയ്യും സമയം കിട്ടുന്നതനുസരിച്ച്, അല്ലാതെ നേരത്തെ പോലെ ഇവള് ഇവിടെ അടുക്കളയിലിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നിരങ്ങാനാ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കടയിട്ട് കൊടുത്തത്. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി. രേവതി അവിടെ നിന്നപ്പോഴത്തേക്കും, നീയാടി ഇതിനെല്ലാം കാരണക്കാരി, നോക്കിക്കോടി, ഒരിക്കലും ഗതി പിടിക്കില്ലടി നീ ആ പൂക്കടയിട്ട്. ആ പൂക്കട ഓട്ടനെ മുടിഞ്ഞു പോകൂടി, പൊട്ടി പാളീസായി പോകൂടി എന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ രേവതി ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയാന്നുള്ളതല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നറിയാൻ രേവതി അങ്ങ് പോയിട്ടോ. പിന്നെ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ രാത്രിയാവുകയാണെ. രാത്രി ഭയങ്കര അല്ല, നല്ല ഉറക്കാണ്. നല്ല ഉറക്കത്തിന്റെ സമയത്ത് ആരോ വാതിലെ വന്ന് കൊട്ടുകയാണ്. ഹോളിൽ ചന്ദ്രയും രവീന്ദ്രനും ആണല്ലോ കിടക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോളിൽ വന്ന് കൊട്ടുന്ന ശബ്ദം ചന്ദ്രയും രവീന്ദ്രനുമാണ് കേൾക്കുന്നത്. രവീന്ദ്രൻ നല്ല ഉറക്ക, രവീന്ദ്രൻ കേൾക്കുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഈ സമയത്ത് ആരാ കോപ്പ് മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് കിടക്കുന്നത് കണ്ടില്ല. ഇങ്ങനെ ഈ കൊട്ടൊന്നും കേട്ടിട്ട് അറിഞ്ഞില്ല, അങ്ങനെ യാതൊരു കൂസലും ഇല്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഡോറ് പോയി തുറക്കാണ്. ഡോറ് പോയി തുറന്നപ്പോ 2 പേരുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, അതെ ഞാൻ നിങ്ങൾക്ക് ഒരു പൂമാല വേണമായിരുന്നു, ഒരു കല്യാണത്തിനാണ്, ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ അവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പൂമാല വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പം, ഈ പാതിരാത്രി ആണോടോ തനിക്കൊക്കെ പൂമാലയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? എന്താ ആരും അറിയാതെ ഉള്ള കല്യാണം ആയിരിക്കൂലേ, എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതായിരിക്കൂലേ എന്ന് പറഞ്ഞപ്പോ, അയ്യോ അല്ല മേഡം, അടിച്ചു മാറ്റിക്കൊണ്ട് വന്നൊന്നുമല്ല, എന്റെ പെങ്ങളുടെ കല്യാണമാണ്, പൂമാല കിട്ടാനില്ല. അപ്പം ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു, ആവശ്യമുള്ള പൂമാലകള് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു, അത്യാവശ്യം വേണ്ടവർക്ക് കൊടുക്കുന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാ. അല്ല ചന്ദ്രമതി? അതെ ഞാനാ ചന്ദ്രമതി. അപ്പം മേഡം അല്ലേ കടയുടെ ഓണർ? അപ്പം മേഡം പൂ കെട്ടി തരുമോ? മേഡത്തിന് പൂ കെട്ടാൻ അറിയാമോ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. മിണ്ടാതിരുന്നോണ്ട് രാത്രി കയറി വന്നിട്ട് പൂ കെട്ടി തരുമോന്നോ? പൂക്കാരിയാണോന്ന് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോടാ? മര്യാദയ്ക്ക് വിട്ടുപോക്കോണെന്ന് പറഞ്ഞ് വാതിലും അങ്ങ് അടച്ചു കേട്ടോ. എന്നിട്ട് പുറുപുറത്ത് വന്ന് പിന്നെയും കിടന്നു. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എവിടെ പോയത് അടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എവിടെ പോയതാണെന്ന് നിനക്കിപ്പോ അറിയണമല്ലേ? മനുഷ്യന് ഉറക്കവും ഇല്ല സമാധാനവും ഇല്ല, ഓരോന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാനെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ കിടക്കുകയാണ് നമ്മുടെ ചന്ദ്ര. പിന്നെ കാണിക്കുന്ന സീന് രാവിലെ ആവുകയാണ്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറായി. നമ്മുടെ രേവതി തന്നെയാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇവരൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. വർഷയും ശ്രീകാന്തും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ്.
അപ്പൊ അതിനിടയിൽ നമ്മുടെ ശ്രീകാന്തിനെ കൊഞ്ചിച്ചൊക്കെയാണ് കേട്ടോ വർഷ വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവിടെ ഇരുന്ന് കഴിച്ചല്ലേ പറ്റൂ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയാണ്, അതേ ഇച്ചിരി ചമ്മന്തി എടുത്തതാ രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ എനിക്ക് 2 കൈയേ ഉള്ളൂ, ശ്രുതി ഒരു കാര്യം ചെയ്തെടുത്ത് കഴിക്കുക, എനിക്ക് അച്ഛനെ വെള്ളം കൊടുക്കണം, അച്ഛൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, ഗുളികയൊക്കെ കഴിക്കാനുള്ളതാ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് തുടങ്ങിയില്ല, ഓഹോ അവള് വലിയ പൂക്കടക്കാരിയല്ലേ, അവളെ എങ്ങനെ വെള്ളം ചമ്മന്തിയും ദോശയൊക്കെ എടുത്ത് കൊടുക്കും, മര്യാദ എടുത്ത് കൊടുക്കണേന്ന് പറഞ്ഞപ്പോ അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ലേ അമ്മേ, എനിക്ക് 2 കൈയേ ഉള്ളൂ, എനിക്കിപ്പോ അച്ഛന് വെള്ളം കൊടുക്കണം, അതിന്റെ ഇടയിൽ കടയിൽ പോകണം, എല്ലാ കാര്യങ്ങളും കൂടെ എനിക്ക് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. അവിടെ ചമ്മന്തി കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് ഒഴിച്ച് കഴിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്, അല്ല ശ്രുതിയുടെ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലെങ്കിലും അവക്ക് അഹങ്കാരമായിരുന്നു, ഇപ്പൊ ഒരു പൂക്കട കെട്ടിയപ്പോ അതിലും വലിയ അഹങ്കാരമായി അവക്കെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, രാത്രി ഇനി ആരെങ്കിലും ഈ വീട്ടിനകത്തേക്ക് കയറി വന്നാ ഉണ്ടല്ലോ ഞാൻ ചൂലെടുത്ത് അടിക്കുന്നു പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് സച്ചു വന്നിട്ട്, ആര് രാത്രി കയറി വന്നു അതിന്, ആര് രാത്രി കയറി വന്നുവെന്നോ, 2 പൂ വേണമെന്ന് ചോദിച്ചോണ്ട് രാത്രി കയറി വന്നേക്കുക, ഇതെന്താ ഞാൻ പറയുന്നില്ല വെള്ളരിക്കപ്പെട്ടണോ തോന്നിവാസം കാണിക്കാനും, രാത്രി ഞങ്ങൾക്ക് ഉറങ്ങൊന്നും വേണ്ടേ, എനിക്കാണെങ്കിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ എന്താ ക്ഷീണമാണെന്നറിയാമോ, രാത്രി വന്ന് വാതിൽ കൊട്ടി 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 തട്ടി പൊളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അമ്മ എന്ത് ചെയ്തു, അവരെ പറഞ്ഞു കേട്ടോ, പിന്നെ ഞാൻ പറഞ്ഞു വിടാതെ അവരെ മാലയിട്ട് സ്വീകരിച്ച് അകത്ത് കയറ്റി പാതിരാത്രി 3 മണിയാകുമ്പോ അവരെ ഇവിടെ ഇരുത്തണം, എന്താ അമ്മ ഇത് ബിസിനസ് അല്ലേ, ഞങ്ങളുടെ ഒരു കച്ചവടം അല്ലേ അമ്മ നശിപ്പിച്ച് കളഞ്ഞത്, കണ്ടോ അച്ഛ അമ്മയ്ക്ക് ഇതിന്റെ കാര്യമല്ലോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുന്നത്, ആന്റി രാത്രി കിടന്ന് ഉറങ്ങുമ്പോ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവോ, അത് ന്യായമാണോ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോ, ദേ നിങ്ങൾ ആരും കൂടുതൽ ന്യായമൊന്നും പഠിപ്പിക്കണ്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ കച്ചവടമാണ്, അമ്മയ്ക്ക് ജസ്റ്റ് ഞങ്ങൾ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ ഡീൽ ചെയ്തേനെയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആന്റിക്ക് പ്രായമുള്ള കൂട്ടത്തിലാ, ആന്റിയുടെ പ്രായം അനുസരിച്ച് ആന്റിക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, ആർക്ക് പ്രായമുണ്ട്, എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ ഈ പ്രായത്തിൽ പല പല രോഗങ്ങളൊക്കെ പിടിക്കാം, ഉറക്കമില്ലെങ്കിൽ ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി രോഗങ്ങളൊക്കെ വരും, അതുകൊണ്ട് ഈ പ്രായത്തിൽ ഉറക്കം മസ്റ്റാന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കൂടി എന്നെ ചേർന്ന് പ്രായമുള്ളവളൊന്നും ആക്കണ്ട, എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല, എനിക്ക് ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷേ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, അത് ശരിയാ, മര്യാദയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തോണം, ഒന്നേ പൂക്കട നിർത്തിക്കോണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, എന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മ ഒരു കാര്യം ചെയ്യ, ആ പൂക്കടയുടെ ഫ്രണ്ടിൽ പോയി ഒരു ചെറിയ ഒരു പായൊക്കെ കൊണ്ട് അവിടെ കിടന്നോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പൊ പിന്നെ അമ്മയുടെ ഉറക്കം ശല്യപ്പെടുത്തത്തില്ല, അവിടെ വന്ന് മേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ എന്താ കളിയാക്കുവാണോടാ, നിന്റെ പൂക്കടയുടെ ഫ്രണ്ടിൽ പോയിരിക്കാൻ എനിക്കെന്നാ ഭ്രാന്തോ, ഞാനൊരു കാര്യം പറയാം സച്ചി, കൂടുതൽ നീ എന്റെ തലയിൽ കയറി നിരങ്ങരുത്, ഭാര്യയ്ക്ക് ഒരു പൂക്കട ഇട്ട് കൊടുത്തിട്ട് മനുഷ്യർക്ക് ഇപ്പൊ ഉറക്കമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറയാണ്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യത്തില്ലേ, സച്ചിയേട്ടന്റെയും രേവതി ചേച്ചിയുടെ റൂം ഒരു കാര്യം ചെയ്യുക, അച്ഛനും അമ്മയ്ക്കും കൊടുത്ത്, എന്നിട്ട് നിങ്ങൾ ഈ ഹോളിൽ കിടക്കുക, അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ സച്ചി പറഞ്ഞു, ഓഹോ ഞങ്ങളുടെ റൂം ഇവർക്ക് കൊടുക്കാന്, അതെ നിങ്ങളുടെ റൂമും കൊടുക്കാലോ, നിങ്ങൾക്ക് എന്താ കൊടുത്താൽ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്, അല്ല ഞങ്ങളല്ലല്ലോ പൂക്കട ഇട്ടിരിക്കുന്നത്, സച്ചിയേട്ടനല്ലേ പൂക്കട ഇട്ടിരിക്കുന്നത്, ദേ ശ്രുതി എന്നല്ല പക്ഷെ കൂടുതലൊന്നും പറയണ്ട, ഞാനൊരു കാര്യം പറയാം, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ റൂം തന്നെയാ, ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ റൂമിലാണല്ലോ നിങ്ങൾ കിടക്കുന്നത്, ആ റൂം അങ്ങ് കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, റൂമിന്റെ പ്രശ്നം എന്തിനാ വീണ്ടും എടുത്തിരുന്നത്, അതൊക്കെ ഇവിടെ തീർന്നതല്ലേ, പിന്നെ അതിന് എടുത്തിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എങ്കിൽ പിന്നെ നിന്റെ റൂം കൊടുക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് കേട്ടോ. പിന്നെ സച്ചിനെ ആർക്കും പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കാര്യമില്ല, സച്ചിനെ പറഞ്ഞു തോൽപ്പിക്കാൻ അവിടെയും പറ്റിയില്ല കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ നാളെ വരാൻ പോകുന്നത്. ജലദോഷമൊക്കെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ, ഭയങ്കരമായിട്ടും തുമ്മലും അലർജിയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്തുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം, നയനയുടെയും ആദർശിന്റെയും വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.